വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയോ കൊലപാതകം? ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ഇപ്പോൾ ഡൽഹി എയിംസിനെ സമീപിച്ചിരിക്കുകയാണ് CBI. സിദ്ധാർത്ഥന്റെ കേസ് അന്വേഷിക്കാനായി എത്തിയ CBI ആണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണം ദുരൂഹതകൾ ഉണർത്തുന്നതാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് കണ്ടെത്താനായി ഡൽഹി എയിംസിനെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടവും ഫോറൻസിക് റിപ്പോർട്ടുകളടക്കം എയിംസിലേക്ക് CBI അയച്ചു നൽകിയിരിക്കുന്നു. ഡൽഹി എയിംസ് ഉദ്യോഗസ്ഥരോട് വിദഗ്ധമായ ഉപദേശം തന്നെയാണ് CBI തേടിയിരിക്കുന്നത്. CBIക്ക് അറിയേണ്ടത് സിദ്ധാർത്ഥിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതാണ്. കാരണം ഇപ്പോഴും സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചതാണോ അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ മരണത്തിന്റെ കാരണം എന്നതിൽ വ്യക്തത വരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് CBI എയിംസിനെ സമീപിച്ചിരിക്കുന്നത്. ഒരു മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ച് വിദഗ്ധ ഉപദേശം നൽകണമെന്നാണ് CBI ആവശ്യപ്പെടുന്നത്. കേസിലെ പ്രാഥമിക കുറ്റപത്രം CBI നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്നും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്നും CBI കോടതിയെ അറിയിച്ചിരുന്നു. കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി കോടതി വെള്ളിയാഴ്ച പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ. പ്രതികളായ അരുൺ കോലത്ത്, N ആസിഫ് ഖാൻ, A അൽത്താഫ്, റെയ്ഹാൻ ബിനോയ്, SD ആകാശ്, അഭിഷേക്, ഡോൺസ്ഡായ്, ബിൽഗേറ്റ് ജോഷ്വ, നഫീസ് തുടങ്ങിയവരുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് കോളേജിലെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥിനെ കാണുന്നത്. 16-ാം തീയതി മുതൽ സഹപാഠികൾ അടക്കമുള്ളവർ നിരന്തരമായി മർദ്ദിച്ചിരുന്നു. തുടർന്നാണ് സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. കോളേജിലെ SFI നേതാക്കൾ അടക്കമുള്ളവരാണ് ഈ കേസിലെ പ്രതികളായിരിക്കുന്നത്. അതേസമയം കോളേജിൽ സിദ്ധാർത്ഥിന്റെ ഡമ്മിയുമായിട്ടായിരുന്നു CBI സംഘം എത്തിയത്. തുടർന്ന് ഹോസ്റ്റൽ മുറിയിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തി. സിദ്ധാർത്ഥിന്റെ അതേ തൂക്കവും ഉയരവുമുള്ള ഡമ്മി എത്തിച്ചായിരുന്നു ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തിയത്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടത്. ഹോസ്റ്റൽ മുറിയിലാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടെയാണ് CBI ഡമ്മി പരിശോധന ആദ്യം നടത്തിയതും. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനായിട്ടാണ് CBI സംഘം കോളേജ് ഹോസ്റ്റലിലെത്തിയത്. CBI DIG, SP എന്നിവരുടെ നേതൃത്വത്തിലാണ് 10ഓളം പോലീസ് സംഘം കോളേജിൽ എത്തിയതും. ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സ്ഥലത്തുണ്ടായിരുന്നവരെല്ലാം ഹാജരാകണമെന്ന് തന്നെയാണ് CBI ഇവർക്ക് നിർദ്ദേശം നൽകിയത്. സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണ് എന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയ പരിശോധന നടന്നത്. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഇതിന്റെ വാതിൽ പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് അടിവസ്ത്രത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയതെന്നാണ് വിദ്യാർത്ഥികളടക്കം മൊഴി നൽകിയത്. ഇതിൽ വ്യക്തത വരുത്തുന്നതിലേക്കായിരുന്നു ഈ പരിശോധന അടക്കം നടത്തിയത്. നേരത്തെ തന്നെ സിദ്ധാർത്ഥിന്റെ ബന്ധുക്കളുടെയും ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും അടക്കം മൊഴി CBI രേഖപ്പെടുത്തിയിരുന്നു. DIGയുടെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്രീയ പരിശോധന. ഡൽഹിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘമടക്കം ഹോസ്റ്റലിൽ എത്തിച്ചേർന്നിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് സംഘം എത്തിയത്. DIG, 2 SP-മാർ ഉൾപ്പെടുന്ന 10 പേരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനം നേരിട്ട മുറി, ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ നടുമുറ്റം, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി എന്നിവിടങ്ങളിലെല്ലാം അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. സിദ്ധാർത്ഥിന്റെ തൂക്കവും ഉയരവുമുള്ള ഡമ്മി എത്തിച്ചാണ് പരിശോധന. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്തുള്ളവരെല്ലാം CBI അവിടെ എത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.